കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. കാശിയുടെ അച്ഛൻ്റെയും പിന്നാലെ പാറു അങ്ങനെ ഓഫീസിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നും വലതുവശത്തായി ഇഖാൻ എന്നെഴുതിയ ഒരു ഭാഗമുണ്ടായിരുന്നു. 40-40 സ്റ്റാഫ്സ് അവിടെയുണ്ട്. അവിടേക്കാണ് കാശി അവളെ കൂട്ടിക്കൊണ്ടുപോയത്. തനിക്ക് വേണ്ടി സജ്ജമാക്കിയ ചെയർ കണ്ടപ്പോൾ പാർവതിക്ക് അല്പം പേടി തോന്നിപ്പോയിരുന്നു. ഈശ്വര, വലിയൊരു ഉത്തരവാദിത്വമാണ്. എങ്ങനാവും എന്തോ. കാശിയേട്ടനും അച്ഛനും കൂടെ ഉണ്ടെന്നുള്ളത് ഒരു ധൈര്യമൊക്കെയാണ്. എന്നാലും ശരി, തൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ. പാർവതി ആദ്യത്തെ ദിവസം തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ ഈശ്വരനെയും മാതാപിതാക്കളെയും ധ്യാനിച്ച് ഐശ്വര്യമായിട്ട് ചെയറിലേക്ക് കയറിയിരിക്കുക. കാശിയുടെ ശബ്ദം കേട്ടതും പാർവതി ഒന്ന് നെടുവീർപ്പെട്ടു. മോളെ പാർവതി, പേടിയുണ്ടോ നിനക്ക്? അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ കൃഷ്ണമൂർത്തി പാർവിനോട് ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ കൊണ്ട് ഒരു വരണ്ട പുഞ്ചിരിയോട് കൂടി പാർവതി അച്ഛനെ നോക്കി. അതിൽ നിന്നും അയാൾക്ക് വ്യക്തമായിരുന്നു അവളുടെ മനസ്സ് എത്രത്തോളം കലുഷിതമാണെന്നുള്ളത്. ഇത്രയും എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ഭർത്താവ് കൂടെയുള്ളപ്പോൾ അല്ലെങ്കിലും ഈ പേടിയുടെ ഒന്നും യാതൊരു കാര്യവുമില്ല കേട്ടോ. മോൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായി കാശി ഒപ്പം ഉണ്ടാവും. കൃഷ്ണമൂർത്തിയായിരുന്നു അവളെ പിടിച്ച് കസേരയിലിരുത്തിയത്. എന്നിട്ട് അവളുടെ നെറുകയിലേക്ക് തൻ്റെ ഇരു കൈകളും ചേർത്ത് വെച്ച് അയാൾ അനുഗ്രഹിച്ചു. ഓൾ ദി ബെസ്റ്റ് പാറു. ശേഷം അവളുടെ കവളിൽ ഒന്ന് തട്ടി. ഒരു സ്റ്റാഫ് ഒന്ന് വിളിച്ചപ്പോഴേക്കും അച്ഛൻ വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. പാർവതി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറഞ്ഞുകൊണ്ടവൻ പുതിയ ബിസിനസ്സിനെക്കുറിച്ചും അവൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ 1/4 മണിക്കൂറോളം വിശദമായി പറഞ്ഞു കൊടുത്തു. ഇഖാൻ എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയായിരുന്നു. അതിൻ്റെ സബ് ഗ്രൂപ്പുകളെക്കുറിച്ചൊക്കെയും അവൻ ലാപ്പ് ഓൺ ചെയ്ത് അവളെ കാണിച്ചു. അതിനുശേഷം അവളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫുകളെയായി അവൻ അകത്തേക്ക് വിളിച്ചു. എല്ലാവരെയും പരിചയപ്പെടുത്തി. മൊത്തത്തിൽ 40ഓളം പേരുണ്ടായിരുന്ന ആ ഗ്രൂപ്പിൽ. അവരെയൊക്കെ 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പിലുമായി ഓരോ ഹെഡുണ്ട്. അവരോടൊക്കെ സംസാരിച്ചപ്പോഴേക്കും പാർവതി ഒന്ന് ഉഷാറായി തുടങ്ങിയെന്ന് കാശിക്ക് തോന്നി. ടീനു, മിഥുൻ, ജോൺ, ഹെലൻ, ഇവർ 4 പേരായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ ഹെഡായിട്ട് നിയമിച്ചവർ. 4 പേരും കാശിയുടെ ഒപ്പമായിരുന്നു. അവനിങ്ങനെ ഒരു ന്യൂ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവരെയൊക്കെ ഇങ്ങോട്ട് പ്രൊമോഷനോട് കൂടി മാറ്റിയതാണ്. ടീനുവിൻ്റെ ഭർത്താവ് രോഹൻ വർക്ക് ചെയ്യുന്നത് കാശിനാഥിൻ്റെ കമ്പനിയിലായിരുന്നു. ഇരുവരും 5 വർഷത്തോളമായിട്ട് ഈ കമ്പനിയിലെ സ്റ്റാഫ്സാണ്. മിഥുൻ 2 വർഷമായതേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. പുറത്തൊക്കെ പോയി പഠിച്ചു വന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനാണവൻ. അതുകൊണ്ട് തന്നെയാണ് കാശി അവനെ ഇവിടേക്ക് നിയമിച്ചത്. ജോൺ ഇവിടെ വന്നിട്ട് 3 വർഷം പിന്നിട്ടു. അവൻ്റെ ഫ്രണ്ടായിരുന്നു ഹെലൻ. ഇരുവരും ഒരുപാട് ഐഡിയാസൊക്കെ ഉള്ള 2 കുട്ടികളായതുകൊണ്ട് മൂർത്തിയുടെ തീരുമാനമായിരുന്നു അവരെ കൂടി പാർവതിയുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ പാർവതി അവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. താനിനി ഓവറായിട്ട് ഇവരോടൊക്കെ സംസാരിച്ചത് ഇഷ്ടമാകാഞ്ഞിട്ടാണോ കാശിനാഥൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതെന്നാണ് പാർവതി വിചാരിച്ചത്. ഓക്കെ എവരിവൺ, ഗോ ബാക്ക് യുവർ സീറ്റ്. ഒരു പുഞ്ചിരിയോട് കൂടി അവൾ പറഞ്ഞപ്പോൾ അവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടും കാശിനാഥനെ കാണാതെ വന്നപ്പോൾ പാർവതി തൻ്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഓപ്പോസിറ്റ് സെക്ഷനിലായിരുന്നു കാശിയുടെ ഓഫീസ്. അവൾ സാവധാനം അവിടേക്ക് നടന്നു. ഡോറിൽ തട്ടിയ ശേഷം അകത്തേക്ക് കയറിയപ്പോൾ കാശി അവിടെയില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോർ കണ്ടതും പാറു മെല്ലെ അത് തുറന്നു. അവന് വേണ്ടിയുള്ള പ്രൈവറ്റ് സ്പേസ് ആയിരുന്നത്. അവിടെ നിന്നും കാശിയുടെ സംസാരം കേട്ടുകൊണ്ട് പാറു അങ്ങോട്ട് ചെന്നതും അവൾ തരിച്ചു നിന്നുപോയി. അച്ഛൻ്റെ ഇരു കൈകളും പിന്നിലേക്ക് ബന്ധിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാശിയേട്ടൻ. കാശി, നീ വിടുന്നുണ്ടോ എന്നെ? ഡാ മോനെ, ശരിക്കും വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ പരമാവധി കൈ വിടുവിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കാശിയേട്ടന് യാതൊരു കുലുക്കവുമില്ല. ഒന്ന് പതിയെ കൈവയ്ക്കണമെന്നല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞത്? അതിനു പകരം എൻ്റെ കരണം പുകച്ചതും പോരാ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ? എടാ, ഒന്ന് പതിയെ തലോടി വിട്ടാൽ
ആദ്യം സംശയിക്കുന്നത് നിന്റെ അമ്മയായിരിക്കും. കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാക്കണമെങ്കിൽ ആ അടിക്ക് അല്പം ഊക്കം കൂട്ടണമായിരുന്നു. അതിനല്ലേ ഞാൻ ആഞ്ഞടിച്ചത്. നിനക്ക് നന്നായി വേദനിച്ചോ മോനെ? ദേ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിച്ചേക്കരുത് കേട്ടോ. കണ്ണിക്കൂടെ പൊന്നിച്ച് പറതി വിട്ടതും പോരാ, എന്നിട്ട് അച്ഛൻ്റെ ഒരു ഓഞ്ഞ ഡയലോഗും. അതും പറഞ്ഞുകൊണ്ട് അവൻ അച്ഛൻ്റെ കയ്യിൽ അല്പം കൂടി മുറുകെ പിടിച്ചു. ആ എടാ, എനിക്ക് വേദനിക്കുന്നു. വീട് കാശി. തമാശ കാണിച്ചുകൊണ്ട് നിൽക്കാതെ വിടാന്. തൽക്കാലം വിടുന്നില്ല. വേദന എന്താണെന്നുള്ളത് അച്ഛൻ കൂടി അറിയണം, എന്നിട്ടല്ലേ ബാക്കി. അച്ഛനും കാശിയേട്ടനും കൂടി പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞെട്ടിത്തെറിച്ച് നിന്നുപോയിരുന്നു പാർവതി. അപ്പോൾ ഇന്നലത്തെ ആ സംഭവങ്ങളൊക്കെ അച്ഛനും ഏട്ടനും കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു, അതല്ലേ ഇപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം? പെട്ടെന്നായിരുന്നു കാശിനാഥൻ്റെ ഫോൺ ശബ്ദിച്ചത്. അവനത് എടുക്കുവാനായി പിന്തിരിഞ്ഞതും പാർവതിയെ കണ്ടു. അച്ഛനും മകനും തന്നെ നോക്കി പരുങ്ങുന്നത് കണ്ടുകൊണ്ട് പാറു ചിരി അമർത്തിപ്പിടിച്ചു. മോളിപ്പോൾ എന്തിനാ വന്നത്? ഒരുപാട് നേരമായോ എത്തിയിട്ട്? ഞങ്ങൾ വെറുതെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണോ മോൾ ഇങ്ങോട്ട് വന്നേ? കൈകൾ രണ്ടും വലിച്ചു കുടിഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്ന അച്ഛനെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് തല കുലുക്കി കാണിച്ചു. മോൾ ഇവിടെ നിൽക്കുക കേട്ടോ, ഞാനിപ്പോൾ വരാം. മുഖത്തെ ചമ്മൽ മറയ്ക്കുവാനായി പാടുപെട്ടുകൊണ്ട് കൃഷ്ണമൂർത്തി വേഗം അവിടെ നിന്ന് എസ്കേപ്പായി. കാശി ആ സമയത്ത് ഫോണിൽ സംസാരിക്കുവാണ്. അവൻ ഫോൺ വയ്ക്കുന്നത് വരെയും പാർവതി അവിടെ തന്നെ നിന്നു. സത്യം പറഞ്ഞാൽ അവൾ വെളിയിലേക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയായിരുന്നു കാശി തൻ്റെ സംഭാഷണം നീട്ടിയത് പോലും. വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവൻ. അത് മനസ്സിലാക്കിയെന്ന് വണ്ണം പാറു അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയും ചെയ്തു. എന്താടോ, എന്തെങ്കിലും സംശയമുണ്ടോ? കാശി തിരിഞ്ഞ് അവളോട് ചോദിച്ചു. ഉണ്ടല്ലോ മോനെ, ഒന്ന് ക്ലിയർ ചെയ്തു തരാമോ? ഒരു പ്രത്യേക ഈണത്തിലും താളത്തിലും പറഞ്ഞുകൊണ്ട് അവൾ കാശിനാഥൻ്റെ അടുത്തേക്ക് വന്നതും മനസ്സിലാകാത്ത മട്ടിൽ കാശി പാർവതിയെ ഉറ്റുനോക്കി. അതെ, ഇതിനു മുന്നേ താങ്കൾ ആക്ടറായിരുന്നോ? ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് അവൾ കാശിയെ നോക്കി. വാട്ട്? ഒന്നുമില്ലെന്നേ. ഇവിടെ ഇപ്പോൾ നടന്നതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പോരെ? അവൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നുകൊണ്ട് അടക്കം പറഞ്ഞ ശേഷം പിന്തിരിഞ്ഞു പോകാനായി തിരിഞ്ഞ പാറുവിനെ ഒറ്റ കുതിപ്പിന് അവൻ വലിച്ചെടുപ്പിച്ചു. കാശിയുടെ വിട്, ആരെങ്കിലും കാണും. പാറുവാണെങ്കിൽ അവനിൽ നിന്ന് അകന്നു മാറുവാൻ ശ്രമിച്ചെങ്കിലും കാശി അവളെ വിട്ടില്ല. കുറച്ചുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച ശേഷം അവളുടെ മുഖത്തേക്കും കാതിലേക്കും വീണുകിടുന്ന മുടിയിഴകൾ എടുത്ത് വലത് കാതിൻ്റെ പിന്നിലേക്ക് വെച്ചു. ശേഷം തൻ്റെ മുഖം അവളിലേക്ക് കുറച്ചുകൂടെ ചേർത്തതും പാറുവിൻ്റെ ശ്വാസതാളം വേഗത്തിലായിരുന്നു. കാശിയേട്ടാ പ്ലീസ്. അവൾ ദയനീയമായി കാശിയെ നോക്കി. ഇപ്പം കണ്ട കാര്യങ്ങളൊക്കെയും ദേ ഇവിടെ നിന്നും എടുത്തു മാറ്റിക്കണം, കേട്ടല്ലോ? പാറുവിൻ്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവളുടെ കാതിൽ സാവധാനം പറഞ്ഞു. അവൻ്റെ ചുടുനിശ്വാസം മുഖത്തൂടെയും കഴുത്തിലൂടെയും ഒഴുകിയപ്പോൾ പെണ്ണൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തിയതും ആ മിഴികളിൽ 1000 പ്രണയവർണ്ണങ്ങൾ നിറച്ചാർത്ത് പൊഴിച്ചതായി അവന് തോന്നി. അവൻ അല്പം കൂടി അവളിലേക്ക് ചേർന്നു. അവളുടെ തുടുത്ത കവിൾത്തടങ്ങളും പനിനീർ മുട്ടുപോലുള്ള അതരങ്ങളും കണ്ടപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവളിൽ നിന്ന് ഉതിർന്നു വരുന്ന സുഗന്ധം അതവനെ മത്തുപിടിപ്പിക്കാൻ തക്കവണ്ണമുള്ളതാണ്. പാർവതിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കാശിയുടെ ബലിഷ്ഠമായ കരങ്ങൾ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ പെണ്ണിൻ്റെ ഉള്ളിലൊരു വേലിയേറ്റമായിരുന്നു. അത്രമേൽ അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത ഒരു അനുഭൂതി വന്ന് തഴുകും പോലെ. അവൻ്റെ നെഞ്ചിലെ രോമരാജയിൽ മുഖം ചേർത്തുകൊണ്ട് അവനെ ആഴത്തിലൊന്ന് പുൽകാൻ അവൾക്കും ഒരു മോഹം തോന്നിപ്പോയി. കാശി. ഡോറിൻ്റെ വെളിയിൽ നിന്ന് അച്ഛൻ വിളിച്ചതും ഇരുവരും പിടഞ്ഞു മാറി. മോനെ, റഷീദ് വന്നിട്ടുണ്ട് നിന്നെ കാണാൻ. നീ ഫ്രീ ആണോ ഇപ്പോൾ? ഏയ് അല്ലച്ചാ, ഞാൻ ഇപ്പം തന്നെ വരാം. റഷീദ് സാറിനോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. ആ ശരി മോനെ. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവൻ നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി അന്തിച്ചു നിൽക്കുന്ന പാറുവിനെ. ഇവക്ക് എന്തു പറ്റി? കാശി അവളെ നോക്കി നെറ്റി ചുളിച്ചു. എന്താടോ, എന്തിനായിരുന്നു താനിപ്പോൾ വന്നത്?
അവൻ പെട്ടെന്ന് തന്നെ പാറുവിനോട് ചോദിച്ചു, ഒന്നും അറിയാത്ത മട്ടിൽ. അത് പിന്നെ ഞാൻ വെറുതെ ഇവിടേക്ക് വന്നതാ, കാശേട്ടനെ കണ്ടില്ലല്ലോന്നോർത്ത്. ഞാൻ ഇത്തിരി ബിസിയാണ്, ഒന്ന് രണ്ട് പാർട്ടികൾ കാണാൻ വരും. പാർവതി തൻ്റെ ക്യാബിനിലേക്ക് പൊയ്ക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ഓക്കെ കാശേട്ടാ. പാറു പുറത്തേക്ക് ഇറങ്ങിപ്പോയതും കാശിനാഥൻ തലയിൽ കൈവച്ചുകൊണ്ട് കസേരയിലിരുന്നു. അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാം കൈവിട്ടു പോയേനെ. ആദ്യത്തെ ചുംബനം ഈ പ്രൈവറ്റ് റൂമിൽ വെച്ച് കൊടുത്ത് കുളമാക്കിയേനെ. റഷി സാർ എത്തിയത് എന്തായാലും നന്നായി. അതുകൊണ്ടല്ലേ അച്ഛൻ കയറി വന്നത്. ഒരു നനുത്ത പുഞ്ചിരിയോടെ അവൻ എഴുന്നേറ്റു, പാർവതി പോയ വഴിയിലേക്ക് കണ്ണു നട്ടുകൊണ്ട്. പെണ്ണാണെങ്കിൽ പേടിച്ചു പോയെന്നാ തോന്നേ. അവളുടെ പിടയുന്ന മിഴികളും ചുവന്നു തൊടുത്ത കവിൾത്തടങ്ങളും ഇപ്പോഴും ഒളിമിന്നാതെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ചേ, കഷ്ടം, പാവം എൻ്റെ പാറക്കുട്ടി. ആ, സാരമില്ല, എല്ലാം ഒന്ന് സെറ്റാക്കണം. കൊച്ചിൻ്റെ പേടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഒരു പുഞ്ചിരിയോട് കൂടി അവൻ റഷി സാറിനെ കാണുവാനായി VIP ഗസ്റ്റ് റൂമിലേക്ക് വേഗത്തിൽ നടന്നു. തൻ്റെ ക്യാബിനിൽ തിരിച്ചെത്തിയിട്ടും പാർവതിയുടെ ഉള്ളിലെ തരിപ്പ് മാറിയിരുന്നില്ല. എന്നാലും എൻ്റെ കൃഷ്ണ, ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. എന്നെ കിസ്സടിക്കാനെങ്ങാനും ആയിരുന്നോ കാശിയുടെ ഉദ്ദേശിച്ചത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഹോ, ഒരു നിമിഷത്തേക്ക് ഞാനും പതറിപ്പോയി. അതൊക്കെ പിന്നെ പോട്ടെന്ന് വെക്കാം. പുള്ളിയുടെ അഭിനയം അതാണ് കിടുക്കിയത്. അതിനൊക്കെ കൂട്ടു നിൽക്കാനായി പാവം അച്ഛനും. ഓർത്തപ്പോൾ ഒരു പുഞ്ചിരി അവളുടെ ചൊടികളിൽ സ്ഥാനം പിടിച്ചുവെങ്കിലും പിന്നീടത് മാറി മിഴിക്കോണിൽ അശ്രുബിന്ദുവായി മാറിയിരുന്നു. തനിക്ക് വേണ്ടിയാണല്ലോ പാവം കാശിയേട്ടൻ. ഇനി ഇതിൻ്റെ ബാക്കിയായി എന്തെല്ലാമാണ് അനുഭവിക്കേണ്ടത്? അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും തൻ്റെ കൈയും കാലും വിറയ്ക്കുക. ഒരു നെടുവീർപ്പോട് കൂടി അവൾ കസേരയിലേക്ക് ചാരിക്കിടന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് പാറു അല്പം റിലാക്സ് ആയിട്ടായിരുന്നു എല്ലാം നോക്കിക്കണ്ടത്. ടീനുവും മിഥുനും ഇടയ്ക്കൊക്കെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു, ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പിന്നീട് പാറു കാശിയെ കണ്ടത്. അവനാണെങ്കിൽ ഒരുപാട് തിരക്കുകളായിരുന്നു. ആൾ ശരിക്കും ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പാറുവിന് വ്യക്തമാവുകയായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ. ടീ ടൈമിൽ പാറു കാശിയെ നോക്കിയപ്പോൾ ആലുവ മണൽപ്പുറത്ത് വെച്ച പരിചയം പോലും അവൻ കാട്ടിയില്ല. നിങ്ങളുടെ ഈ ചാടയൊക്കെ പാറു വിചാരിച്ചാലേ ഒരു പുഷ്പം പോലെ നുള്ളിക്കളയാനാകും, നോക്കിക്കോ, അവൾ പിറുപിറുത്തു. വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് പോരുമ്പോൾ അച്ഛൻ അവരുടെ ഒപ്പം ഇല്ലായിരുന്നു. കൈലാസ് വന്ന് അച്ഛനെ നേരത്തെ കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിലേക്ക് പോകാനായി. എങ്ങനുണ്ട് പാറു ന്യൂ ജോബ്? തനിക്കിഷ്ടമായോ? പാർക്കിങ്ങിൽ നിന്നും കാർ എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് സെക്യൂരിറ്റി കൊടുത്തപ്പോൾ ഇരുവരും വണ്ടിയിലേക്ക് കയറി. പ്രധാന കവാടം കടന്നപ്പോഴാണ് കാശി പാർവതിയോടായി അങ്ങനെ ചോദിച്ചത്. ജോലിയൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ചെത്ത് പയ്യന്മാരൊക്കെ ഉള്ളതുകൊണ്ട് നേരമ്പോൾ കൊണ്ട് കാശേട്ടാ. പെട്ടെന്നുള്ള അവളുടെ മറുപടിയിൽ സ്തംഭിച്ചുകൊണ്ട് പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയിരുന്നു കാശി. പക്ഷെ അവൾക്കുണ്ടോ യാതൊരു കൂസലുമില്ലായിരുന്നു. കാശിയുടെ മൗനം പാറുവിനെ കൂടുതൽ ചൊടിപ്പിച്ചു. സൺഡേയും കൂടി ഓപ്പൺ ആക്കിയാലോ കാശേട്ടാ? വീട്ടിലിരുന്നാലേ ഇനി എനിക്ക് ഭയങ്കര ബോറടിക്കും. അവൾ ആലോചനയുടെ കാശിയെ നോക്കി. മുഖത്തെ പേശികളൊക്കെ വലിഞ്ഞു മുറുകി പൊട്ടാറായി നിൽക്കുന്ന അവനെ കണ്ടതും പാറുവിൻ്റെ ഉള്ളിൽ ചിരി പൊട്ടി. ഏട്ടൻ്റെ അഭിപ്രായം എന്താ? അങ്ങനെ നോക്കിയാലോ അല്ലേ? ഫീമെയിൽ സ്റ്റാഫ്സ് എല്ലാവരും ലീവ് എടുത്തോട്ടെ. നിന്റെ ബോറടി മാറ്റാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. അത് പാർവതിക്ക് പിടികിട്ടില്ലെന്ന് തോന്നുന്നു. ഗൗരവത്തെ പറയുന്നവനെ കണ്ടതും ഉള്ളിലെ ചിരി കടിച്ചമർത്തി അവൾ അറിഞ്ഞത് നടിച്ചു. അയ്യോ ഇല്ല കാശേട്ടാ, ഞാൻ കരുതി അമ്മയും ബാക്കിയുള്ളവരുമൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് കാശേട്ടന് സങ്കടമായി കാണുന്ന. മറുപടിയായി അവളെ മുഖം തിരിച്ച് കത്തുന്ന ഒരു നോട്ടം നോക്കി അവൻ വീണ്ടും ഡ്രൈവ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം പോലെ. ഇടയ്ക്ക് അവൻ്റെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി പാറു ഒന്ന് പറഞ്ഞു നോക്കിയെങ്കിലും കാശി അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. പിന്നീട് വീടെത്തും വരെയും ഇരുവരും തമ്മിൽ ഒന്നും സംസാരിച്ചുമില്ല.
ഏട്ടനോട് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയാവോ? ദേഷ്യമായും തോന്നുന്നു. വടി കൊടുത്ത് അടി വാങ്ങിയ സ്ഥിതിയായിപ്പോയി. ഒന്നും വേണ്ടിയിരുന്നില്ല, പാറു ഓർത്തു. വീട്ടിലെത്തിയപ്പോൾ 6 മണിയായി. ജാനകി ചേച്ചിയാണ് വന്ന് വാതിൽ തുറന്നു കൊടുത്തത്. എല്ലാവരും നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയോ ചേച്ചി? അകത്തേക്ക് കയറുന്നതിനിടയിൽ കാശി അവരോടായി ചോദിച്ചു. 5 മണിയായപ്പോൾ ഇറങ്ങി മോനെ. ഇനി മടങ്ങിയെത്തുമ്പോൾ 10 മണിയാവുന്നാ സുഗന്ധിക്കുഞ്ഞ് പറഞ്ഞത്. രാത്രിയിലെ എഴുന്നള്ളത്ത് കഴിയുമ്പോൾ ആ നേരമാകും ചേച്ചി, അതാണ്. എനിക്കറിയാം മോനെ, മുൻപൊക്കെ ഞാനും പോയിട്ടുള്ളതാണേ. അവർ പാർവതിയെ നോക്കി ചിരിച്ചു. തിരികെ അവളും. ചായ എടുക്കാം മക്കളെ, ഇവിടെ ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിടുക്കത്തിൽ അടുക്കളയിലേക്ക് പോയി. പാറു ഒളികണ്ണാൻ നോക്കുമ്പോഴൊക്കെ കാശി മസിലും പിടിച്ചിരിക്കുകയാണ്. അവളും പിന്നീട് അവനെ നോക്കാനേ പോയില്ല. നേരെ എഴുന്നേറ്റ് ജാനകി ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. കുറേ സമയം അവരോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവൾ അവിടെ ഇരുന്നു. പാർവതി റൂമിലെത്തിയപ്പോൾ കാശി കുളിക്കാനായി കയറിയതാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാശി ഇറങ്ങി വന്നു. എന്നിട്ടും അവനാണെങ്കിൽ പാർവതിനെ ഒന്ന് നോക്കിയത് പോലുമില്ല. താൻ എന്നൊരാൾ റൂമിലുണ്ടെന്ന് പോലും കാശിയേട്ടൻ ഓർമ്മയില്ലാത്തതുപോലെയാണെന്ന് പാറു കരുതി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും കുളിച്ചു മാറുവാനുള്ള ഡ്രസ്സുമെടുത്ത് പാറു കുളിക്കാനായി എഴുന്നേറ്റു. എന്തൊരു ജാടയാണെന്ന് നോക്കിയേ. കാമദേവൻ്റെ കാലത്തെ പ്രവൃത്തി ഇപ്പോഴും ഓർമ്മയുണ്ട്. പാവം അച്ഛൻ വന്ന് മുട്ടി വിളിച്ചതുകൊണ്ട്. ഇല്ലെങ്കിലേ ഓഫീസിലെ പ്രൈവറ്റ് റൂമിൽ ഫ്രഞ്ച് വിപ്ലവം നടത്തിയേനെ. പിറവറുത്തുകൊണ്ട് പാറു തിരിഞ്ഞതും കാശിയുടെ നെഞ്ചിൽ തട്ടിയാണ് നിന്നത്. ഫ്രഞ്ച് വിപ്ലവം ബെഡ്റൂമിൽ വെച്ച് നടത്തിയാൽ കുഴപ്പമില്ലല്ലോ പാർവതി. തന്നെയുമല്ല, ഇവിടെ ഇപ്പോൾ കൊട്ടി വിളിക്കാനും ആരും തന്നെയില്ല. കാശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പാറു ഉമിനീര് പോലെ ഇറുക്കാൻ പ്രയാസപ്പെട്ട് നിന്നു പോയിരുന്നു.